അങ്ങനെ ഇന്നലെ ആ സുപ്രധാന അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് ഇന്ത്യൻ പരിശീലകനായ ടി.ജി. പുരുഷോത്തമൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് ടി.ജി. പുരുഷോത്തമൻ പോകുന്നത് ഒഡീഷ FC-യിലേക്കാണ്. അറിയാം, ഒഡീഷ FC-യുടെ കോച്ചായ സെർജിയോ ലൊബേറയ്ക്ക് ശേഷം അവർ വേറൊരു കോച്ചിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ 90 സ്റ്റോപ്പേജൊക്കെ വളരെ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത കോച്ചായിട്ട് ഒഡീഷയുടെ ഹെഡ് കോച്ചായിട്ട് ടി.ജി. പുരുഷോത്തമൻ വരും എന്നുള്ളതാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട ടി.ജി. ഇനി ഒഡീഷ FC-യിൽ കാണാം. അതുപോലെ തന്നെ മാർക്കസ് മെർഗുലാവോ ചില കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാർക്കസ് മെർഗുലാവോ പറയുന്നത് ISL തുടങ്ങാൻ ഇനി അടുത്ത ആഴ്ച, അതായത് ഒരു വീക്കും കൂടി മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ പറ്റി ഒരു വിവരം പോലും ഇപ്പോൾ ഇല്ല. അതായത് ഫിക്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഫിക്ചേഴ്സ് ഇതുവരെയായിട്ടും AFF അറിയിച്ചിട്ടില്ല. ടെൻഡേറ്റീവ് ഫിക്ചർ വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സുമാണ് ആദ്യത്തെ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ഫെബ്രുവരി 14. പക്ഷേ അതിനുശേഷം ഒരു ഒഫീഷ്യലായിക്കൊണ്ട് AFF ഫിക്ചേഴ്സ് അറിയിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് ഇപ്പോൾ മാർക്കസിനും ഡൗട്ടുണ്ട്. ഇനി ഫിക്ചേഴ്സ് ചേഞ്ച് ചെയ്യുമോ എന്നുള്ള സംശയം ഉണ്ട് മാർക്കസ് മെർഗുല, അതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഫിക്ചേഴ്സ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. എന്തായാലും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. ഇനി മാറ്റി വെക്കാനൊന്നും അധികം സാധ്യതകളില്ല. ഇപ്പോൾ ഫാൻ കോഡ് വരെയൊക്കെ ഇട്ട് തുടങ്ങി. ഇനിയിപ്പം ഫാൻ കോഡ് ഫെബ്രുവരി 14 ഫാൻ കോഡ് തന്നെയൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫിക്ചേഴ്സും അതുപോലെ തന്നെ അന്നത്തെ കളി പോസ്റ്റ്പോൺ ചെയ്യത്തൊന്നും ഇല്ല. പിന്നെ ബ്ലാസ്റ്റേഴ്സ് ടി.ജി. പുരുഷോത്തമന് ശേഷം ഒരു അസിസ്റ്റൻറ്റ് കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന വർക്കിലാണ്. ഇപ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ചിനെ ഇപ്പം ധനഞ്ജയൻ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി ഇൻ്റർവ്യൂഡ് പൊട്ടൻഷ്യൽ ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ച്. അപ്പം ഇന്ത്യൻ അസിസ്റ്റൻറ്റ് കോച്ചിനെയും കൂടി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇൻ്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പുതിയൊരു കോച്ച് വരാനിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന് എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് 12 മണിക്ക് ഒരു സുപ്രധാന അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഏത് സ്റ്റേഡിയത്തിൽ കളിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വരാം. എന്തായാലും ഇത്രയൊക്കെയാണ് അപ്ഡേറ്റ്. എന്തായാലും ISL തുടങ്ങാൻ ഇനി കേവലം ഒരാഴ്ചയും കൂടി മാത്രമേ ഉള്ളൂ. എല്ലാ ഫുട്ബോൾ പ്രേമികളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിനായിട്ട്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം.